ജെയിംസ് ഇങ്ങനെയൊരു ക്യാമ്പിലേക്ക് എന്നെ ക്ഷണിക്കുകയും ഇങ്ങനൊരു അവസരം തരികയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് പ്രിയ ജോയ് സാർ, ഇതിൻ്റെ സംഘാടകർ, ക്ഷമയോടുകൂടി ഇത് 3ാമത്തെ സെഷനാണ് എന്നെ കേൾക്കാനായിട്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളോടെല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒക്കെ ഞാൻ അറിയിക്കുന്നു. എനിക്കറിയാം, എന്നോട് ഒത്തിരി പേര് വന്ന് പറഞ്ഞു, സഹോദര, നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങളെ അവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇനിയും, കണ്ണുനീരോടുകൂടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് വലിയ സന്തോഷം തോന്നി. ഞങ്ങളുടെ പ്രിയ സഹോദരൻ നൈജിൽ കുടുംബം ഞങ്ങളോട് കൂടെ ഇവിടെയുണ്ട്. പ്രിയ ഫേബ ഞങ്ങളോട് കൂടെയുണ്ട്. പലപ്പോഴും നേപ്പാളിൽ വന്ന് മലകളിലും കാടുകളിലും ഒക്കെ പോയി പ്രവർത്തിക്കുകയും കിടക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്ന പ്രിയ റെനി സഹോദരൻ കുടുംബമായിട്ട് ഞങ്ങളോട് കൂടെയുണ്ട്. അവിടെ പലപ്പോഴും കടന്നു വരാറുള്ള ആഷ്ലി സഹോദരൻ ഇവിടെയുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന പ്രിയ റെജി സഹോദരൻ, പ്രിയ പഞ്ചാബിലെ ബെന്നി സഹോദരൻ, അങ്ങനെ പലരെയും കാണുവാൻ, സന്തോഷിക്കുവാനൊക്കെയുള്ള വലിയ ഭാഗ്യം ഈ ക്യാമ്പിൽ വന്നപ്പോൾ എനിക്ക് ലഭിച്ചു. നിങ്ങളെ ആമുഖമായിട്ട് നേപ്പാളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങളുടെ നൈജിൽ സഹോദരൻ തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈസ് ഫ്രീ എന്ന്. ഭക്ഷണവും താമസവും ഞങ്ങൾ താമസിക്കുന്ന അതിൽ കൂടുതൽ വലിയ സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയില്ല. ഞങ്ങൾ കഴിക്കുന്ന ദാൽബാത്ത്, അത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് താമസിക്കാം. ഒത്തിരി സ്ഥലങ്ങൾ അവിടെയുണ്ട്. ജുംല, ഡോൾപ്പ, ഏതാണ്ട് 7 സെൻറ്ററുകൾ. ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ വരുമ്പോൾ ഒരു 10 ദിവസം എന്നൊക്കെ പറഞ്ഞ് വരരുത്. ഒരു ചുരുങ്ങിയത് ഒരു മാസമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും പോകാനും കർത്താവ് അവിടെ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികളെ കാണുവാനും, കർത്താവിൻ്റെ മിഷൻ, ഞങ്ങളാരും ചെയ്യുന്നതല്ല, ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ മിഷൻ, കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ കാണുവാനും അത് കണ്ട് കർത്താവിനെ സ്തുതിക്കുവാനും ഒക്കെ നമുക്ക് അവസരങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടേക്ക് ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നത്, ഞാൻ തുറന്നു പറയാം, അവർക്ക് വലിയ അനുഗ്രഹമായിരിക്കും. കേരളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പോരാ ഇത് പോരാ, ഇനിയും കുറേയും കൂടി അതിനുവേണ്ടി അവർ വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ വരുമ്പോൾ 3 വയസ്സുള്ള, 2 വയസ്സുള്ള, 8 വയസ്സുള്ള, അപ്പനും അമ്മയും മരിച്ചു പോയ കുഞ്ഞുങ്ങൾ, ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങൾ, അവരുടെ സന്തോഷം, അവരുടെ കൂട്ടായ്മ, അതൊക്കെ കാണുമ്പോൾ അവർക്ക് തോന്നും, ഒയ്യോ, എനിക്കൊരു പപ്പയെ ദൈവം തന്നല്ലോ, എനിക്കൊരു മമ്മിയെ ദൈവം തന്നല്ലോ, എനിക്ക് താമസിക്കാനൊരു വീട് തന്നല്ലോ, എനിക്ക് പഠിക്കാനൊരു സൗകര്യം തന്നല്ലോ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവർ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും ഒക്കെ അത് ഇടവരും. അവ അവസരങ്ങളൊക്കെ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് ഞാൻ വിനയപൂർവ്വം പറയുകയാണ്. ദൈവത്തിൻ്റെ വേല സ്ഥലത്ത് പോകുന്നതും മിഷൻ ഫീൽഡുകളിൽ പോകുന്നതും ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ കാണുന്നതും ഒക്കെ നമുക്ക് ഉത്സാഹത്തിന് കാരണമായി തീരും. നിങ്ങളെല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് വലിയ ഉത്സാഹത്തിന്. ഞങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഉത്സാഹമാണ്. ജോയ് സാറൊക്കെ ഈ പ്രായത്തിലും കഴിഞ്ഞ പ്രാവശ്യം ജോയ് സാറും ആൻറ്റിയും ഒത്തിരി സമയം, ഒരു പ്രാവശ്യം വന്ന് 3 ആഴ്ചകളോളം ഞങ്ങളോട് കൂടെ പല സെൻറ്ററുകളുണ്ടായിരുന്നു. ഞങ്ങളോട് കൂടെ അവിടുത്തെ ആ ചെറിയ ലിമിറ്റേഷനിൽ താമസിച്ച് അവിടുത്തെ ദാൽബാത്ത് ഒരു കുഴപ്പമില്ല, പിന്നെ ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് അത് കഴിച്ച് ഞങ്ങളോട് കൂടെ ചിലവഴിച്ച സമയങ്ങളൊക്കെ അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ആ രീതിയിൽ ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ലക്നൗവിൽ നമുക്കൊരു ചെറിയ സെൻറ്ററുണ്ട്. അപ്പോൾ ലക്നൗവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതിനായി നിങ്ങൾ ശ്രമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. മുന്നണി പ്രദേശത്തെ വെല്ലുവിളികളും അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ലാസ്റ്റ് സെഷന് കൂടുതലായിട്ട് സാക്ഷ്യങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങൾക്കുള്ള അവർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ പറയാനാണ് എന്നോട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും ലോക്കൽ ചർച്ചസ്, ഇവിടെയുള്ള ലോക്കൽ ചർച്ചസ്, പല സ്ഥലത്തുമുള്ള സ്ഥലം സഭകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ, തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നടത്തണം. ഇനിയും സുവിശേഷം നമ്മളുടെ സ്ഥലം സഭകളിൽ നിന്നുണ്ടാകണം. ഞാൻ ഒന്നുകൂടെ സഹോദരന്മാർ കണ്ടപ്പോൾ അവർ പറയായിരുന്നു, അവരെല്ലാം പല സ്ഥലങ്ങളിലും പോയി പരസ്യ ശുശ്രൂഷ, പരസ്യപ്രസംഗങ്ങൾ
സുവിശേഷ പ്രശ്നങ്ങളൊക്കെ നടത്തുകയും വീട് വീടാന്തരം പോയി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഇനിയും അതിൽ വർദ്ധിച്ചു വരണം. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറയാനിടയായി തീർന്നു, ഞങ്ങൾ ചർച്ചായിട്ട് എക്സ്കർഷന് പോവുകയാണെന്ന്. എക്സ്കർഷന് പോകുന്നത് തെറ്റൊന്നുമല്ല. സ്ഥലങ്ങൾ കാണാനായിട്ട് ചർച്ചയായിട്ട് എല്ലാവരും പോകുന്നു, എക്സ്കർഷൻ നടത്തുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും അവർ പല സഭകളും അത് ചെയ്യുന്നുണ്ട്. ഭക്തസിംഗ് ചർച്ചുകൾ അവർ എക്സ്കർഷൻ പോവുകയല്ല ചെയ്യുന്നത്. അവർ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് അങ്ങ് ഇറങ്ങും സുവിശേഷം പറയാനായിട്ട്, കൂട്ടമായിട്ട്. ഒരു പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് കണ്ടിരിക്കും, വായിച്ചിരിക്കും. ഏത് സ്ഥലത്ത് പോകുന്നു അവിടെ പോയി മുട്ടുമടക്കി പ്രാർത്ഥിച്ച് അവർ സുവിശേഷം പറയുക പരസ്യമായിട്ട് ആളുകളോട്. ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ട്, നമ്മുടെ സഭകളൊക്കെ ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് ദൈവം തന്ന അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് പരസ്യമായി ആളുകളോട് ഒരു ലജ്ജയുമില്ലാതെ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, ഇതാണ് രക്ഷ. ഇതല്ലാതെ നിൻ്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും അതെല്ലാം നഷ്ടമാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു നിത്യരക്ഷ ഒരുക്കിയിരിക്കുന്നുള്ള അത്ഭുതകരമായ ആ സ്നേഹത്തിൻ്റെ സന്ദേശം പറയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അത്ഭുതകരമായ മാറ്റം ഇനിയും നമ്മുടെ സ്ഥലം സഭകളിലും വരും. അനേക ആയിരങ്ങൾ ഇനിയും കർത്താവിലേക്ക് വരും ഈ കേരളത്തിൽ തന്നെ. പക്ഷേ അതോടൊപ്പം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വലിയ പ്ലാനുണ്ട് അനേക ജാതികളിലേക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം എത്തിക്കുക എന്നുള്ളത്. നമ്മളതിനെ മിഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം. അതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളിലോടും സുവിശേഷം അറിയിക്കാൻ. സകല ജാതികളിലേക്കും. പീപ്പിൾസ് ഗ്രൂപ്പ്, പ്രത്യേക ഭാഷകൾ സംസാരിക്കുന്ന, പ്രത്യേക സംസ്കാരങ്ങളുള്ള അനേക ആയിരക്കണക്കിന് പീപ്പിൾസ് ഗ്രൂപ്പുണ്ട്, ജാതികളുണ്ട്. അങ്ങനെയുള്ള ജാതികളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ അത് നമ്മുടെ സഭകളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ. സ്ഥലം സഭകളുടെ വലിയ ഉത്തരവാദിത്തമാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച രജിസ്റ്റോരൻ പറയാനിടയായി തീർന്നു, മിഷൻ പ്രവർത്തനം, ഒഴുകുന്ന സഭ. പലപ്പോഴും അതിന് ദൈവഭക്തന്മാർ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ ഗലീല കടൽ എന്ന് പറയുന്നത് ശുദ്ധമായ വെള്ളമുള്ള ഒരു കടലാണ്. കാരണം അതിൽ നിന്ന് യോർദാൻ നദി ഒഴുകി ഇങ്ങനെ വരികയാണ്. യോർദാൻ നദി ഒഴുകി വന്ന് ചെന്ന് ചേരുന്നത് ചാവുകടലിലാണ്. ചാവുകടലിൽ ഒരു ജീവി പോലുമില്ല. കാരണം ചാവുകടലിൽ നിന്ന് വെള്ളം എവിടേക്കും പോകുന്നില്ല. നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല, സഭയ്ക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, സുവിശേഷ പ്രവർത്തനങ്ങളില്ല. മിഷനെക്കുറിച്ച് മിഷൻ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടുവാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അതിന് പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല. അങ്ങനെ പരിപാടി നടക്കുന്നില്ല. ആളുകളെ പ്രാർത്ഥിച്ച് അയക്കുന്നില്ല. അവർക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ വിളിച്ച് ചോദിക്കാനൊന്നും ഇതിനൊന്നും നമുക്ക് താല്പര്യം സംഭവിക്കുന്നതെന്നറിയോ? കെട്ടിക്കിടന്ന് ജീവനില്ലാത്ത സഭകളായി പതുക്കെ നമ്മുടെ സഭകൾ മാറും. ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ സഹോദരൻ നോക്കിയത് ശരിയായില്ല, ഈ സഹോദരി പറഞ്ഞത് ശരിയായില്ല, ആ ഇരുന്നത് ശരിയായില്ല. ചെറിയ കാര്യങ്ങളിൽ സാത്താൻ കളിക്കുന്ന വലിയ കളി അത്. സാത്താൻ പ്രശ്നങ്ങളും പ്രതികൂല ഒക്കെ നമ്മുടെ സഭകളിലുണ്ടാകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന സഭയ്ക്ക് അങ്ങനെ പിറുപിറുക്കാൻ സമയം ഉണ്ടാകത്തില്ല. എന്തോരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത്, എന്തോരം ജാതികൾ, എത്ര ആൾക്കാർ ഇനിയും സുവിശേഷം കേൾക്കാൻ ബാക്കി നിൽക്കുന്നു. എത്ര പേര് സുവിശേഷ വേലയ്ക്ക് പോയി അവരെ വിളിക്കുന്നു, ചോദിക്കുന്നു, അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജയിൽ കിടക്കുന്ന UP-യിൽ ഇപ്പോഴും 100 കണക്കിന് ആൾക്കാർ ജയിലിൽ കിടക്കുന്നു. അവരെ പോവുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ കാണുക. നമ്മുടെ സഹോദരന്മാരവർ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സുവിശേഷത്തെ പ്രതി ജയിലിൽ കിടക്കുന്ന സഹോദരന്മാർ, അവർ നമ്മുടെ രക്തമല്ലേ പ്രിയപ്പെട്ടവർ. അവർക്ക് വേണ്ടിയുള്ള ഭാരം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ചെയ്യാൻ എനിക്കെന്ത് കഴിയും സഹോദരൻ? ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ കഴിയുന്നത് പോൾ വാഷാണെന്ന് തോന്നുന്നു പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് എപ്പോഴും ഓർക്കാറുണ്ട്. കർത്താവ് പറയണ്ടല്ലോ, 2 പേരെ 2 ഭാഗത്തേക്ക് തിരിക്കുന്നുണ്ട് ഇല്ലേ? ആടുകളെയും ചെമ്മരിയാടുകളെയും, കോലാടുകളെയും ചെമ്മരിയാടുകളെയും. കോലാടുകൾ നോക്കി പറയാണ്, ഞാൻ ജയിലിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. എനിക്ക് വിശന്നു, നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിന്നെ ഉടുപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു പറ്റം ആളുകളെ ദൈവം മാറ്റി നിർത്തും. അപ്പോൾ അവർ ചോദിക്കുക, കർത്താവെ, ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങയെ ജയിലിലായിട്ട് ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്, അങ്ങേക്ക് ഭക്ഷണം കിട്ടാനില്ലാതെ ഞങ്ങളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മറ്റുള്ളവർ പറയും, നിങ്ങൾ എന്നെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയും, എനിക്ക് വളരെ രസമായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്നറിയോ? സുവിശേഷത്തെ പ്രതി ആളുകൾ ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാർ വലിയ പ്രശ്നങ്ങളായിരിക്കുന്നു. ഉദാഹരണത്തിനൊരു സഭ, ആ സഭയിൽ വലിയ സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുന്നു, പ്രശ്നങ്ങളാവുന്നു,
ആ കേട്ടു. അതിലുള്ള 3-4 പേരെ പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ, സഭയിലെ ആൾക്കാരെല്ലാം വളരെ രഹസ്യമായി ഒന്ന് കൂടി, എന്താ നമുക്ക് ചെയ്യേണ്ടത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ പോകാം. ഒന്ന് വിചാരിച്ചോ, ആദ്യ നൂറ്റാണ്ടിലെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചേ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ 2 പേർ പറഞ്ഞു, ഞങ്ങൾ പോകാം, ഞങ്ങളവർക്ക് ഭക്ഷണമായി പോകാം, ഞങ്ങൾക്കവർക്ക് വസ്ത്രമായി പോകാം, അവർക്ക് എന്താ ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം. അപ്പോൾ അതിലെ ചിലർക്ക് പ്രായമുള്ള ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, നിങ്ങൾക്ക് ഇനിയും സുവിശേഷം അറിയിക്കാം, നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഇനിയും അവസരമുണ്ട്, ആരോഗ്യമുണ്ട്, ഞങ്ങൾ പ്രായമായി, ഞങ്ങൾ പോകാം, ഞങ്ങളെ അവർ പിടിച്ച് കൊല്ലട്ടെ, അല്ലെങ്കിൽ ഞങ്ങളെ പിടിച്ച് ജയിലിൽ ഇട്ടോട്ടെ. അപ്പോൾ അതിൽ കുറച്ച് പേര് മാറി എന്നിട്ട് പറഞ്ഞു, ഈ പരിപാടിക്ക് ഞങ്ങളില്ല, ഞങ്ങൾ ഇതൊന്നും കണ്ടുകൊണ്ടല്ലോ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾക്കങ്ങനെ ജയിലിൽ പോകാൻ തല്ലുകൊള്ളാൻ ഞങ്ങൾ താല്പര്യമല്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യോ, ഇത് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല. സങ്കടകരമായ കാര്യം നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, ഉത്തർപ്രദേശിൽ ജയിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കിടക്കുന്ന പലരെക്കുറിച്ചും പല ദൈവമക്കളും പറഞ്ഞൊരു കാര്യം, എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. കുറെ കൂടി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് അവർ ജയിലിൽ പോണതെന്ന്. അവർ കുറച്ചുകൂടെ ബുദ്ധിയോടെ കാര്യങ്ങൾ, നമ്മൾ വളരെ ബുദ്ധിമാന്മാരായിട്ട് ഇവിടെ ഇരിക്കുന്നു അല്ലേ, വളരെ സേഫായിട്ട്. വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ പ്രിയപ്പെട്ടവരെ? അങ്ങനെയുള്ളവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവരൊക്കെ പോകുവാൻ, അവിടെ പോയി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുവാൻ. ഞാൻ പറഞ്ഞു വന്ന പ്രിയപ്പെട്ടവരെ, ആ ഒരു മിഷൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിഷൻ, കർത്താവ് നടത്തുന്ന കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുമണി, വിവിധ ഭാഷകളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഭാഷ സംസാരിക്കുന്നവരിൽ ദൈവം നടത്തുന്ന പ്രവൃത്തിയിൽ നമ്മുടെ പങ്കാളിത്തം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യം വായിച്ചു, 1-2 ഭാഗങ്ങൾ വായിച്ച് ഞാൻ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് പറയാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാനിടയിൽ തീർന്നു റോമാലേഖനം അതിൻ്റെ 15-ാം അധ്യായം, നമുക്കെല്ലാം അറിയുന്ന ഭാഗമാണോ എങ്കിലും ഞാൻ ഈ കോൺടെക്സ്റ്റ് ഒന്ന് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിൽക്കട്ടെ. 15-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. 15-19 റോമൻ ചാപ്റ്റർ 15:6-19 ഓൺവേഴ്സ്. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലൂരിയ ദേശം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂരിപ്പിച്ചിരിക്കുന്നു. വലിയൊരു ഏരിയ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവിടെ എല്ലാം നടന്ന് അവിടെയുള്ള പല പീപ്പിൾസ് ഗ്രൂപ്പ്, പല ജാതികളോട് കർത്താവിൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ സുവിശേഷം ഞാൻ അങ്ങനെ പൂരിപ്പിച്ചിരിക്കുന്നു, ഞാനത് പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അവിടെ താഴെ പറയുന്നുണ്ട്, പൂരിപ്പിച്ചിരിക്കുന്നു, ഞാൻ മറ്റൊരുത്തൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല, അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ അഭിമാനം എന്തായിരുന്നു അറിയോ? സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജാതികൾ, കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർ. ഫേമമോൾ ഇപ്പോൾ പറയാനിടയായി തീർന്നല്ലോ, ക്രിസ്ത്യാനി, യേശു എന്ന കാര്യം പോട്ടെ, ക്രിസ്ത്യാനി എന്താണെന്ന് അറിയാത്ത ഉത്തർപ്രദേശിലെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ ആളുകൾ, കേട്ടിട്ടില്ലാത്തവർ കേൾക്കുവാൻ, കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ അറിയുവാൻ, അങ്ങനെയുള്ള ഇടത്ത് സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ എന്ത് ചെയ്യുന്ന പറയുന്നത്? അഭിമാനിക്കുന്നു അത്രേ. പൗലോസ് അപ്പോസ്തലൻ താഴെ പറഞ്ഞ കാര്യമുണ്ട്, അവനെക്കുറിച്ച് അറിവ് കേട്ടിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും, അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്ന പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴും എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴി നിങ്ങളെ കാണാൻ, ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളെ യാത്രയാക്കപ്പെടുവാൻ ആശംസിക്കുന്നു. ഇന്ന് ആലോചിക്കുക, കർത്താവായ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ വലിയ വാഞ്ച, ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം അറിയിച്ച്, അതിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. പറയുന്നത് അവിടെ എല്ലാം തീർന്നു, ഇനി ഞാൻ സ്പെയിനിലേക്ക് പോവുകയാണ്. സ്പെയിനിലേക്ക് പോകുമ്പോൾ റോമിലുള്ള നിങ്ങളെ കണ്ട് അതിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നു പ്രിയമുള്ളവരെ, സ്ഥലം സഭകൾക്ക് അങ്ങനെയൊരു വാഞ്ച ഉണ്ടായിരിക്കട്ടെ. ഓരോ ദേശങ്ങളിൽ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശങ്ങൾ, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. സുവിശേഷം കേട്ടില്ലാത്ത ജാതികൾ, കർത്താവെ അവരങ്ങേ അറിയണം. ആ ദേശത്തിൽ നിന്ന്, ആ ജാതിയിൽ നിന്ന് ചിലരെല്ലാം കർത്താവെ അങ്ങേ കാണാൻ ഇടയായിത്തീരണം. അങ്ങ് അവരുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ രക്ഷ അവരുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തണം. ആഗ്രഹവും പ്രാർത്ഥനയുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സഭയായിട്ട് അതിന് ഉത്സാഹം ഉണ്ടാകും. സഭയായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ അവിടെ ചെല്ലും, നമ്മൾ അവിടെ കാണും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കർത്താവിൻ്റെ ദൗത്യത്തിൽ പ്രിയമുള്ളവരെ ആ വലിയ മിഷനിൽ അന്യജാതികളിലേക്ക്, എന്താ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത ജാതികളിലേക്ക് സുവിശേഷം എത്തുവാനുള്ള ആ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിൽ നമുക്കും പങ്കാളികളായി തീരാൻ കഴിയും.
കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആ സാധ്യതകളൊക്കെ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4-ാം അധ്യായത്തിൽ കർത്താവ് ശമരിയ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു. ശമരിയ സ്ത്രീയുടെ കർത്താവിനെ പരിചയപ്പെടുത്തി. അവൾ കർത്താവിനെ കണ്ട വഴി പാത്രമെല്ലാം ഇട്ടിട്ട് അവിടുന്ന് ഗ്രാമത്തിലേക്ക് ഓടി ആൾക്കാരെ വിളിക്കാനായിട്ട്. അപ്പോൾ ഭക്ഷണം വാങ്ങിക്കാൻ പോയ ശിഷ്യന്മാർ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നു. കർത്താവ് രാവിലെ തൊട്ട് നടന്നു വരികയാണ്, യെരുശലേമിൽ നടന്നു വരികയാണ്. ഏതാണ്ട് മധ്യാഹ്ന സമയമായി, ഒന്നും കഴിച്ചിട്ടില്ല. കർത്താവിന് വിശന്നിരിക്കും, തീർച്ചയായിട്ടും വിശന്നിരിക്കും. കർത്താവെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ ആയിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ 22-ാം വാക്യം, ജോൺ ചാപ്റ്റർ 4:22, റബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അവർ ചില ഭക്ഷണമൊക്കെ കൊടുത്തു, വന്ന് കർത്താവിൻ്റെ കരയിൽ കൊടുത്തു. കർത്താവെ അങ്ങ് ഭക്ഷിക്കണം. അതിനവൻ, നിങ്ങളറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ അത്ഭുതമായി. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ എവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവുക? ഞങ്ങൾ അറിയാത്ത ആഹാരം കർത്താവിൻ്റെ കയ്യിലോ? അപ്പോൾ കർത്താവ് താഴെ പറയുകയാണ്, യേശു അവരോട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ആമേൻ. എന്നെ അയച്ചവൻ, എൻ്റെ പിതാവ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. സുവിശേഷം അറിയിക്കുന്നത് നിങ്ങളോട് അറിയിക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് അറിയാതെ, സുവിശേഷം അറിയിക്കാനങ്ങ് പോയി കഴിഞ്ഞാൽ വിശപ്പുമില്ല, ദാഹവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം അറിയുന്നു, ആളുകൾ കേൾക്കുന്നു, പിന്നെ ആൾക്കാരോട് പറയാനുള്ള ആഗ്രഹം, പിന്നെയും പറയാനുള്ള ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കോടിക്കണക്കിന് രൂപ ലഭിച്ചാലും കിട്ടിയാലും ലഭിക്കാത്ത അത്ഭുതകരമായ സന്തോഷം സുവിശേഷ ഘോഷണത്തിൽ നമുക്ക് ലഭിക്കും. അതാരെങ്കിലും കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവം അന്ന് ഭയങ്കര സന്തോഷമാണ്. കോടി ലോട്ടറി അടിച്ച സന്തോഷം ആ ദിവസം. കർത്താവ് പറയാണ്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന എൻ്റെ ഏറ്റവും വലിയ ആഹാരം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തൃഷ്ണ എന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ക്രൂസിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതല്ലേ? അതായിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരിക്കേണ്ടത് നമ്മുടെ ആഹാരം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ നിൽക്കാനല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നതെന്ന് നിങ്ങൾക്ക് പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വെളുത്തിരിക്കുന്നത് കാണാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ നിത്യജീവങ്ങളിലേക്ക് കൂലി വാങ്ങി നിത്യജീവങ്ങളിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നവൻ ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തടത്ത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ഇവിടെ ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റ കാര്യം നിങ്ങൾ പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോട്ടെ. കർത്താവ് പറയുന്നറിയോ? മോൾ പറഞ്ഞ കാര്യമുണ്ട്. തലപൊക്കി നോക്കിയാൽ ഞാനിപ്പോൾ നിങ്ങൾ പറയുന്നത് ഒന്ന് തലപൊക്കി നോക്കിയാൽ എന്താ? നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നത് കാണും എന്ന് പറഞ്ഞു. നേപ്പാളിൽ സുവിശേഷത്തിൻ്റെ വലിയ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. 2000 ഞാൻ നേപ്പാളിൽ പോകുന്ന സമയത്ത് ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം. സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ 3 വർഷം ജയില്, ഒരാളെ സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ 5 വർഷം ജയില്. സുവിശേഷം അറിയിക്കാൻ ഞങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. വളരെ രഹസ്യമായി ഗ്രാമങ്ങളിൽ പോയി ഞങ്ങൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തുമായിരുന്നു. ചർച്ചുകളെല്ലാം മിക്കവാറും ചർച്ചുകൾ അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ആയിരുന്നു. വലിയ പെർസിക്യൂഷൻ, അറിയുന്നവരെ പിടിച്ച് ജയിലിലിട്ട് അവരെ വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കും. അവർ രാജാവിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നേപ്പാൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുക. ആമേൻ. ഈ കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്മസിന് ശരിക്കും ഞങ്ങളിവിടെ ഞാൻ വരുന്ന കുറച്ച് സങ്കടമായിരുന്നു എനിക്ക്. ക്രിസ്മസിന് 2 സെൻറ്ററുകളിൽ 2-3 സെൻറ്ററുകളിൽ നമ്മുടെ മുതിർന്ന കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നാടകം ഉണ്ടാക്കി, സൃഷ്ടി മുതൽ അവസാനം വരെ മനുഷ്യരുടെ പാപം വഹിച്ച ക്രിസ്തു, അങ്ങനെ ഒരു നാടകം, തെരുവ് നാടകം പോലെ നാടകം ഉണ്ടാക്കി ഗ്രാമങ്ങളിൽ പോയി 10, 100, 200 പേരൊക്കെ കൂടും. പിള്ളേരൊക്കെ വന്നിരിക്കും. അവരുടെ മുമ്പിൽ പാട്ടൊക്കെ പാടി നാടകം കളിച്ച് വളരെ കൃത്യമായിട്ട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം ആദ്യമായിട്ട് ചിലർ കേൾക്കുക കർത്താവിനെ കുറിച്ച്. ക്രിസ്മസ് എന്താണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും വലിയ ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നേപ്പാളിലുണ്ട്. സുവിശേഷം പറയാനുള്ള ഇപ്പോൾ സുവിശേഷം പറഞ്ഞ് ആരും നേരെ പിടിച്ച് നേപ്പാളിൽ ജയിലിലേക്ക് നമ്മൾ കൊണ്ടുവിടില്ല.
ഇനി സുവിശേഷം പറഞ്ഞ അനേക സഭകൾ അവിടെയുണ്ട്. ജോയ്സാർ എന്നോട് പറയായിരുന്നു, അനേക സഭകളുണ്ട്. ഈവൻ നമ്മുടെ 10-22 സ്ഥലങ്ങളിൽ സഭകളുണ്ട്. അനേക ദൈവമക്കൾ, പ്രവർത്തിക്കുന്ന ദൈവമക്കളുണ്ട്. അവരുടെ ഇടയിൽ അവരെ വചനം പഠിപ്പിക്കുവാൻ. നിങ്ങൾ കേൾക്കും, നേപ്പാളിലെ വിശ്വാസികൾ, നേപ്പാളിലെ നോർത്ത് ഇന്ത്യയിലൊക്കെ വിശ്വാസികൾ, ഫസ്റ്റ് ജനറേഷൻ വിശ്വാസികൾ എന്ന് പറയുന്നത് അവരെല്ലാം ചില അത്ഭുതങ്ങൾ കണ്ട് തിരിച്ചു കടന്നു വന്നവരാ. അസുഖം മാറി, ഭൂതബാധ ഉണ്ടായിരുന്നു, അത് മാറി. ഭൂതബാധ എന്നൊക്കെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് എത്രമാത്രം വിശ്വസിക്കുമെന്നറിയില്ല. നിങ്ങൾ അവിടെ വന്ന് ഞാൻ കാണിച്ചു തരാം ഭൂതം ബാധിച്ച ആൾക്കാരെയൊക്കെ. ഭൂതത്തിൻ്റെ വളരെ വൃത്തികെട്ട മുഖം നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നേപ്പാളൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഭൂതം വേറൊരു ലെവലിലുള്ളത്, വെളിച്ച ദൂതൻ്റെ വേഷത്തിലൊക്കെയാണ് ഇവിടെ ഭൂതമുള്ളത്. ഏതൊരു സ്വരം പറഞ്ഞു, ഭൂതം കാറിൽ വരുന്നു, കാറിൽ തിരിച്ചു പോകുന്നു. കാറിൽ ഭൂതം വരുന്നു, മീറ്റിങ്ങിൽ ഇരിക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറി ഭൂതം തിരിച്ചു പോകുന്നു. അത് വേറൊരു ഭൂതം. പക്ഷെ അവിടെ ഭൂതത്തിൻ്റെ വൃത്തികെട്ട മുഖം നമുക്കവിടെ കാണാൻ കഴിയും. അങ്ങനെ അതിൽ പെട്ടുകിടക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയിൽ മോളത് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ വാർ. അതായത് അവിടെ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥമായ ഒരു ആത്മീയമായ പോരാട്ടം നമുക്കവിടെ കാണാൻ കഴിയും. സ്പിരിച്വൽ വാർ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള അവർ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. സഹോദരൻ, നിങ്ങൾ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വന്നത്? എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നമായിരുന്നു, രോഗമായിരുന്നു, ഭൂതബാധയായിരുന്നു, വീട്ടിൽ സൗകര്യമില്ലായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. യേശുവിലേക്ക് വന്നു, ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റം വന്നു. അപ്പോൾ അവരുടെ എല്ലാം ഒരു അനുഭവത്തിലൂടെ ഒരു കർത്താവിലേക്ക് വരുന്നത്. പക്ഷെ അതിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നും. പിന്നെ അവർക്കെന്ത് വേണം? വചനത്തിൻ്റെ അടിസ്ഥാനം. വചനത്തിൽ അവർ വളരണം, വചനത്തിൻ്റെ സത്യങ്ങൾ അവർ അറിയണം, ദൈവം എന്തെന്ന് അവരറിയണം, ദൈവം ആരാണെന്ന് അറിയണം. അവരുടെ ദൈവിക സങ്കല്പങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അതറിഞ്ഞ് ദൈവത്തിൽ അവർ വളരണം. അവരെ വചനം പഠിപ്പിക്കുവാൻ, അവരെ ദൈവത്തിൽ വചനത്തിലൂടെ അവിടെ വളർത്തുവാൻ. ഞാൻ പറഞ്ഞത്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നേപ്പാളിൽ നമുക്കുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 7 സ്ഥലങ്ങളിൽ അനാഥ കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും ഇല്ലാത്ത അനാഥ കുഞ്ഞുങ്ങളുടെ ഓർഫനേജുകൾ നമുക്കുണ്ട്. അവരെ ദൈവത്തിന് വചനം പഠിപ്പിക്കാം. അവരുടെ പല സൗകര്യമാരൊക്കെ പലപ്പോഴും വന്ന് വലിയ സന്തോഷം തോന്നും. കുഞ്ഞുങ്ങളോട് കൂടെ സമയം ചെലവഴിച്ച്, നിങ്ങൾ വരുന്നവർക്കറിയാം, അവരിങ്ങനെ അടുത്ത് വന്നിങ്ങനെ ഈ പശുവിൻ്റെ അടുത്ത്, വലിയ തള്ളപ്പശുവിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ഉരുമുന്ന പോലെ വന്ന് ഉരുമും. അപ്പോൾ പശു എന്താ ഇങ്ങനെ നാക്കിട്ടൊരു നക്കലൊക്കെ നക്കും. അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്കൊരു ചെറിയ തലോട് ലഭിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനുമില്ല അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ, വെറുതെ അവരുടെ കൂടെ അല്പസമയം ഇരിക്കുക, അവരെ ഒന്ന് തലോടുക. എന്തൊരു സന്തോഷമാണെന്നറിയാം കുഞ്ഞുങ്ങൾക്ക്. അവരെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം, അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം, അവരെ കുളിപ്പിക്കാം, അവരെ കർത്താവിൻ്റെ കഥകളിലൂടെ കർത്താവിൻ്റെ വചനങ്ങളെ അവരെ പഠിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഓർഫനേജുകൾ അവിടെയുണ്ട്. നേപ്പാളിൽ നമുക്കൊരു സ്കൂളുണ്ട്, ഏതാണ്ട് 6ാം ക്ലാസ് വരെ ഏതാണ്ട് 350ഓളം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂൾ നേപ്പാൾ ഗഞ്ചിൽ നമുക്കുണ്ട്. അവിടെ പഠിപ്പിക്കാം. അവിടെ അവധി പീപ്പിൾസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പുണ്ട്. അവരിൽ നിന്ന് വന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരോട് കർത്താവിൻ്റെ സുവിശേഷം പറയാം, അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. അവരെ ഇംഗ്ലീഷ് ഇപ്പോൾ എല്ലാവർക്കും പഠിപ്പിക്കാമല്ലോ, നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരല്ലേ മിക്കവാറും. അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവിടെയുണ്ട്. അവിടെ ഒരു ക്ലിനിക്ക്, ഇപ്പോൾ ആ ക്ലിനിക്ക് ഞങ്ങൾ വളരെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക്, അച്ചാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ ക്ലിനിക്ക് മാറ്റുന്നു. ക്ലിനിക്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ എല്ലാ സെൻറ്ററുകളും എന്നും എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ടെക്നിക്കൽ മാനേജർ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മുടെ നൈജിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാ കാര്യവും ഞങ്ങളാണ് ചെയ്യുന്നത്. വെൽഡിങ് തുടങ്ങി ഇതിൻ്റെ മോള് ടോപ്ലിങ് തുടങ്ങി മിക്കവാറും പണികളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. നെയ്ജിൽ അവിടെ നിന്ന് കുറച്ച് ദിവസങ്ങൾ ഇവിടെ അവൻ്റെ പാരൻസിന് സുലാം ഇവിടെയായിരുന്നു. പക്ഷേ അത്ഭുതകരമായിട്ട് തോന്നി, നെയ്ജിൽ പഠിപ്പിച്ച നെയ്ജിലിൻ്റെ പിള്ളേരാണ് ഇപ്പോൾ അവിടെ എല്ലാ വെൽഡിങ് പരിപാടിയും സകല കൺസ്ട്രക്ഷൻ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയെ ഞാൻ പറഞ്ഞു വന്നത്, കൃഷി 2 സ്ഥലത്ത്, ഒരു സ്ഥലത്ത് 20 ഏക്കർ സ്ഥലം, മറ്റൊരു സ്ഥലത്ത് 16 ഏക്കർ സ്ഥലം നമ്മൾ വാടകയ്ക്കെടുത്ത് അവിടെ കൃഷി ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൃഷി സ്ഥലങ്ങളുണ്ട്. പശു വളർത്തുന്നു, ആട് വളർത്തുന്നു, എരുമ വളർത്തുന്നു, കോഴികളെ വളർത്തുന്നു, പന്നി വളർത്തുന്നു. ഞാൻ പറഞ്ഞത്, ഫാമിങ്, ഏതെല്ലാം തരത്തിലുള്ള ഫാമിംഗ് ഉണ്ട്, അതിൽ കഴിവുകളുള്ളവർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞത്. അവിടെ വന്ന് അതോടെല്ലാം ചെയ്തു തന്നുകൊണ്ട് കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാൻ കഴിയും. കർത്താവിൻ്റെ സ്നേഹം ആ ദേശത്തിന് കാണിച്ചു കൊടുക്കാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയട്ടെ, ടിബറ്റൻ സ്ഥലങ്ങളിൽ ഉള്ളൊരു പ്രത്യേകത, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ ഭാരമുള്ള ഒരു സ്ഥലമാണ് ടിബറ്റൻ ബോർഡർ. അതായത് നേപ്പാളിൻ്റെ ഹിമാലയൻ റീജിയൻ്റെ മോൾ ഭാഗങ്ങൾ, അത് ചൈനയുടെ ടിബറ്റുമായിട്ട് കണക്റ്റഡാണ്. ടിബറ്റ് മുഴുവൻ നിങ്ങൾക്കറിയാമല്ലോ, ചൈനയുടെ കീഴിലാണുള്ളത്. ടിബറ്റിൻ്റെ അകത്തേക്ക് നമ്മളെ കടത്താൻ ഒരു കാരണവശാലും അവർ സമ്മതിക്കില്ല, കൊന്നുകളയും, വെടിവെച്ച് ഇടുക അവർ. പക്ഷേ ഈ ടിബറ്റൻ വംശജർ ഒത്തിരി പേര് നേപ്പാളിൻ്റെ മുഗൾ ഭാഗങ്ങളിൽ അനേക
ലക്ഷക്കണക്കിന് ടിബറ്റൻസ് ഉണ്ട്. അതും പല ജാതിക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ജീവിത രീതിയൊക്കെ വളരെ വ്യത്യസ്തമായ ജീവിത രീതികളാണ്. ഭയങ്കര സാത്താന്യ, ഒരു വശം നമ്മൾ ടിബറ്റൻസൊക്കെ ബുദ്ധിസ്റ്റുകളാണെന്ന് പറഞ്ഞാലും അവരൊക്കെ തീർത്തും അന്ധകാരത്തിൻ്റെ കെട്ടിൽ സാത്താൻ അവരെ അങ്ങനെ തന്നെ കെട്ടി പൂട്ടിയിട്ടിരിക്കും നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗങ്ങൾ ചെല്ലുന്നത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും, ശരിക്കും ഒരു അന്ധകാരത്തിൻ്റെ ശക്തി അവിടെ ഫീൽ ചെയ്യും നമുക്ക്. നിങ്ങൾ കേൾക്കണം, അവരെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരിച്ചു എന്ന് വിചാരിച്ചു, അവരുടെ ലാമയുടെ അടുത്ത് ചെല്ലും. ലാമ അവർ പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ സേം എന്ന് പറയും, സേംബ. ആത്മാവിനെ ഒരു സേംബ എന്ന് പറയുന്നത്, സേം എന്നാണ് പറയുന്നത്. ഈ സേംബ ശരീരത്തിൽ പോകത്തില്ല അത്രേ. അതുകൊണ്ട് ആ ശരീരം അവർ അങ്ങനെ തന്നെ വയ്ക്കും. എന്നിട്ട് അവരിങ്ങനെ കൊട്ടി 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 അവർ പൂജ ചെയ്ത്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സേംബയെ എങ്ങനെയെങ്കിലും മറ്റൊരു ജന്മം, മനുഷ്യനായിട്ട് മറ്റൊരു ജന്മം എടുക്കാനായിട്ട് അവർ പ്രാർത്ഥിക്കുക, അവരുടെ പൂജകൾ ചെയ്യുക. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യന്മാർ, എൻ്റെ അപ്പൻ്റെ കാര്യം എന്തായി, എൻ്റെ അപ്പൻ്റെ സേംബ എവിടെ എത്തി? അപ്പോൾ ഒരു എവിടെ എത്തിയിട്ടില്ല, പ്രശ്നത്തിലാണ്. ചിലപ്പോൾ കാക്കയായിട്ട് ജനിക്കാൻ, ചിലപ്പോൾ പട്ടിയായിട്ട് ജനിക്കാൻ, ചിലപ്പോൾ പശുവായിട്ട് ജനിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിങ്ങനെ വഴി കാണിച്ച് മറ്റൊരു ജന്മം എടുക്കാനായിട്ട്. ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ മുഴുവൻ ലൂട്ട് ചെയ്ത് സേംബയെ വീണ്ടും നിർവ്വാണത്തിലേക്ക് ആർക്കും പോകില്ല. അവർ പറയുന്ന ബുദ്ധന് മാത്രമേ നിർവ്വാണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ വർഷങ്ങളോളം ഗുഹയിലൊക്കെ പോയിരുന്ന് തപസ് അനുഷ്ഠിച്ചിരിക്കും മാത്രമേ അത് കിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഈ സാധാരണക്കാരായ ആൾക്കാരെ മുഴുവൻ ചൂഷണം ചെയ്ത് എന്നിട്ട് അവരെന്താ ചെയ്യുന്നറിയോ, കുറേ കഴിഞ്ഞ് അവർ പറയും, അവരുടെ സമയം അപ്പോഴേക്കും ചിലപ്പോൾ ഡെഡ് ബോഡിയൊക്കെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അവർ പറയും, ഓക്കെ, അതിൽ ഇപ്പോൾ നിങ്ങളുടെ സെമ്പു ഇപ്പോൾ വേറൊരു മനുഷ്യനായിട്ട് ജനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ ശരീരം എന്താ ചെയ്യേണ്ടത്? ശരീരം മിക്കവാറും അവർ ചെയ്യുന്ന കാര്യം എന്നറിയോ, ഈ ശരീരത്തെ, ബുദ്ധിസ്റ്റ് ഒരു ചിന്താഗതിയുണ്ട്, പ്രകൃതിയുമായിട്ട് ഇവർ ഇണങ്ങിയ, പ്രകൃതി മനുഷ്യനും എല്ലാം ഒന്നാന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസമല്ല മനുഷ്യനും പ്രകൃതിയൊക്കെ ആയിട്ട്. അതാണല്ലോ ഇപ്പോൾ മൃഗത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും. നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം അതാണ്. അത് ബുദ്ധിസ്റ്റുകൾ അവരൊരു ടീച്ചിങ് അത് തന്നെയാണ്. പ്രകൃതി മനുഷ്യനും മണ്ണും എല്ലാം അതിൻ്റെ മറ്റൊരു ഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ ശരീരത്തെ മിക്കവാറും അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒന്നല്ലെങ്കിൽ ഈ ശരീരം എടുത്ത് നദിയിലേക്ക് ഇട്ട് കൊടുക്കും മത്സ്യങ്ങൾക്ക് തിന്നാനായിട്ട്. മറ്റൊരു രീതി കണ്ടാൽ നമുക്ക് അറുപ്പും നമുക്ക് പൈശാചികത്വം തോന്നുന്ന കാര്യമുണ്ട്. ഈ ശരീരത്തെ വെട്ടി തുണ്ടുകളായിട്ട് നുറുക്കി അവർ അവിടുത്തെ പക്ഷികൾക്ക് ഇട്ട് കൊടുക്കും തിന്നാനായിട്ട്. അവിടുത്തെ വലിയ കഴുകന്മാർ വന്ന് കൊത്തി വലിച്ച് തിന്ന് അവർ കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ചയത്. നിങ്ങൾ കേൾക്കണോ? അതിൽ പലരും ഇപ്പോൾ ചിലരെല്ലാം ക്രിസ്തുവിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അതിൽ തന്നെ ടിബറ്റൻ ബോർഡറിലുള്ള കായിക്ക ഭാഷ, നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആ ഭാഷ എഴുതി വയ്ക്കണമേ, കായിക്ക എന്ന് പറയുന്ന ഭാഷ സംസാരിക്കുന്ന, തേർജോം എന്ന ഭാഷ സംസാരിക്കുന്ന ഒരു കൂട്ടം ടിബറ്റൻസ്. അവരുടെ ഇടയിൽ ഞങ്ങൾക്ക് കർത്താവ് ഒരു വ്യക്തിയെ തന്നു, രാജേന്ദ്ര ലാമ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ കുടുംബം കർത്താവിനെ അറിയാതെ തീർന്നു. അദ്ദേഹത്തിലൂടെ അവിടെ സുവിശേഷ പ്രവർത്തനം നടക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ അപ്പം മരിച്ചു. ആദ്യമായിട്ട് ആ ദേശത്തുള്ള ആൾക്കാർ ഒരു ക്രിസ്തീയ രീതിയിലുള്ള ശവടക്കം അവർ കാണുക. ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കി നടന്നു പോകണം. അവിടേക്കൊന്നും വണ്ടികളൊന്നുമില്ല. ഇവിടുന്ന് തന്നെ താഴേന്ന് തന്നെ ഞങ്ങൾ അതിൻ്റെ പ്ലൈവുഡൊക്കെ വെട്ടി മുറിച്ച് പെട്ടിക്ക് സമാനമായിട്ടെല്ലാം ചുമന്നുകൊണ്ട് കഴുതപ്പുറത്ത് ചുമന്ന് അവിടെ എത്തിച്ചു. എന്നിട്ട് പെട്ടി ഉണ്ടാക്കി അതെല്ലാം വെള്ളം കൊണ്ട് പൊതിഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ശരീരം വെള്ളം കൊണ്ട് പൊതിഞ്ഞ് പ്രാർത്ഥിച്ച് കുഴി കുഴിച്ച് വളരെ ഭംഗി. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കി എന്ത് പരിപാടി. അപ്പോൾ അവർ ചോദിക്കുന്ന സെയിം ആത്മാവ് അതിങ്ങനെ കിടന്ന് കറങ്ങൂലേ, വേറെ രീതിയായിട്ട് പോകില്ലേ? അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ അവർ അങ്ങ് മുകളിൽ വരെ ടിബറ്റ് വരെ നടന്നു പോകുന്നൊരു നടപ്പാതകളുണ്ട്. ആളുകളെല്ലാം നടന്നു പോകുന്ന നടപ്പാതകൾ. അതിൽ നടന്നു പോകുന്ന ആൾക്കാർക്ക് വേണ്ടി അവരോട് സുവിശേഷം അറിയിക്കാനൊരു ചെറിയ ടീ ഷോപ്പ് തുടങ്ങിയിരുന്നു ഞങ്ങളവിടെ. ഈ രാജേന്ദ്ര ലാമയും അദ്ദേഹത്തിൻ്റെ വൈഫ് സുഷ്മ ലാമയും ഒക്കെ കൂടെ കൂടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ അവിടെയായിരുന്നു, അവിടെ ഗ്രാമങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആൾക്കാരിങ്ങനെ പോകും. അവർക്ക് നിങ്ങൾ ഒരു വർഷം കേട്ടിരിക്കും മോമയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ടീ ഒക്കെ ഉണ്ടാക്കി, കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അവർ വന്നിരിക്കും, അവരോട് യേശുവിനെ കുറിച്ച് പറയും, കർത്താവിനെ കുറിച്ച് പറയും. മിക്കവാറും പേർക്ക് വായിക്കാൻ എഴുതാനൊന്നും അറിയില്ല. അവരോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനൊരു ദൈവമുണ്ട്, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, പാപം ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രിയമുള്ളവരെ. അവിടെ പോകുവാനും അവിടെ നിന്ന് പ്രവർത്തിക്കുവാനും ആ ലാമ നമ്മുടെ രാജേന്ദ്ര ലാമയോട് കൂടെ ചേർന്ന് ഗ്രാമങ്ങളിൽ പോകുവാനും ഒക്കെ ദൈവം നമുക്ക് നല്ലൊരു അവസരം തന്നിട്ടുണ്ട് അവിടെ. നിങ്ങൾ അതോർത്ത് പ്രാർത്ഥിക്കണം, ആ സ്ഥലത്ത് ഓർത്ത് പ്രാർത്ഥിക്കണം. വീണ്ടും ഇങ്ങനെ പല ഗ്രൂപ്പ്സ് ഉണ്ട്. മറ്റൊരു ഗ്രൂപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അവിടെയായിരുന്നു. അവിടെ നിന്ന് താഴെ നേപ്പാളിൽ നിന്ന് ഇവിടേക്ക് വന്നത്. മുഗു എന്ന് പറയുന്ന, ഇന്നർ മുഗു എന്ന് പറയുന്ന സ്ഥലം, മുഗുവും ഡിസ്ട്രിക്റ്റും ടിബറ്റൻ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ കാർമറോങ് ഭാഷ സംസാരിക്കുന്ന കാർമറോങ് ഭാഷ സംസാരിക്കുന്ന മറ്റൊരു ടിബറ്റൻ ഗ്രൂപ്പ്. അവരുടെ എൻ്റെ ദൈവമേ ഇതിലും വളരെ കഷ്ടമായ ആചാര രീതികൾ അവർക്കുള്ളത്. പക്ഷേ രസകരമായ കാര്യം, ദൈവം ഓരോ വാതിൽ തുറക്കുന്നതേ
കാർമറോങ് ഭാഷ സംസാരിക്കുന്ന ആ ടിബറ്റൻസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മുഗുവിൽ നമ്മൾ മായാസനം തുടങ്ങിയ സമയത്ത് അപ്പനും അമ്മയും മരിച്ചുപോയ ഒരു മോൻ വന്നിരുന്നു, കൊച്ചുമോൻ പ്രേം ലാമ. അവൻ മായാസനത്തിൽ വളർന്നു, 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അമ്മാമനവരൊക്കെ വന്ന് അവൻ വിളിച്ചുകൊണ്ട് പോയി. അവർക്കെല്ലാം ചൈൽഡ് മാരേജാണ്. ഉടനെ ഒരു പെണ്ണിനെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സങ്കടമാണ്, ദൈവമേ പ്രേമിനെ അവർ കൊണ്ടുപോയല്ലോ, അവനെ കുറേയെങ്കിലും ഒന്ന് പഠിപ്പിച്ച് വിദ്യാഭ്യാസം എടുത്ത് അവൻ്റെ ജാതികളിലേക്ക് പ്രവർത്തിക്കാമായിരുന്നല്ലോ. പക്ഷേ പിന്നീട് കേട്ടു പ്രേം കർത്താവിന് വിട്ടിട്ടില്ല, കർത്താവിന് വേണ്ടി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു എന്ന് കേട്ടു. കഴിഞ്ഞ ദിവസം അദ്ദേഹം വിളിച്ചു, പ്രേം വിളിച്ചു, അങ്ങളെ വാ, ഞങ്ങളവിടെ പ്രേമിൻ്റെ ഗ്രാമത്തിൽ നടന്നു പോകണം. ഗ്രാമത്തിൽ അവിടെ ചെന്നു. അവരുടെ ഗ്രാമത്തിൽ പ്രേമിനോടുകൂടി താമസിച്ചു. അത്ഭുതകരമായ കാര്യം, പ്രിയമുള്ളവരെ, നാം വിതയ്ക്കുന്ന വിത്തുകൾ അത് എല്ലാം പാഴായി പോകത്തില്ല കേട്ടോ, അത് മുളയ്ക്കും. പ്രേമിന് ചെറുപ്പത്തിൽ ലഭിച്ച ആ വിത്തുകൾ ക്രിസ്തുവിൻ്റെ വിത്തിന് വേണ്ടി അവൻ്റെ ഗ്രാമത്തിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി, പ്രശ്നങ്ങളായി. അവൻ പറഞ്ഞു ഞാൻ യേശുവിനെ വിടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അവനെതിരെ. അവൻ പറഞ്ഞു കർത്താവിന് വേണ്ടിയുള്ള പരിപാടിയില്ല. ഇപ്പോൾ അവൻ ചെയ്യുന്നതെന്നറിയോ? കാർമറോങ് ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മറ്റൊരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം അവൻ പറയായിരുന്നു അവരുടെ ഭാഷയിൽ ഒത്തിരി വാക്കുകളില്ല, ആ ഭാഷയിലേക്ക് ഈ ബൈബിൾ എഴുതുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. അവരുടെ ഭാഷയിൽ ധന്യവാദം എന്ന് പറയുന്നത് ഓരോ പ്രത്യേകമായ നാഷണലൈസേഷനുള്ള ശബ്ദങ്ങളാണ്. ചേ, ചു, ചം, ഈ പല തരത്തിലുള്ള ഭാഷകൾ അവരുടെ എല്ലാ രീതികൾ. പക്ഷെ അതിലേക്ക് ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രേമേ, നമുക്കിവിടെ എന്തെങ്കിലും തുടങ്ങാൻ, ഏതെങ്കിലും പ്രവർത്തനങ്ങളോട് തുടങ്ങാൻ. അപ്പം ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു, പല ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറഞ്ഞു. പല മങ്സിനോട് ഇങ്ങനെ എന്താ പറയുക, തലയെല്ലാം മൊട്ടയടിച്ച് ബുദ്ധം ശരണം ഗജാമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീമുകളോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു സ്കൂള് ശ്രദ്ധിക്കണമേ, അവിടെ ഒരു സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂള്, 150 പിള്ളേരുള്ള സ്കൂളാണ്. അപ്പം ഞങ്ങൾ ആ സ്കൂൾ കാണാനായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ 150 പിള്ളേരെ പഠിപ്പിക്കുന്ന 2 ടീച്ചർമാർ. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പഠിപ്പിക്കാൻ ആരുമില്ല, ടീച്ചർമാർ ആരുമില്ല, പഠിത്തവും നടക്കുന്നില്ല, ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ടീച്ചർ എന്നെ കണ്ടിട്ട് തല പോകുന്നില്ല, ഇങ്ങനെ തല താതിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ത്, മറ്റേ ടീച്ചറുടെ കയ്യോ കൊടുത്തു, ഇദ്ദേഹം കയ്യേ തരുന്നില്ല, നാണിച്ച് ഇങ്ങനെ താതി നിൽക്കുക. അപ്പം നോക്കിയപ്പോൾ ഒരു ടീച്ചർ നമ്മുടെ മായാസത്തിൽ നിന്ന് 10ാം ക്ലാസ് പഠിച്ചു പോയൊരു മോനാ, അർജുൻ എന്ന് പറഞ്ഞ മോൻ. എൻ്റെ അങ്കിളെ ഞാൻ ഇവിടെ പഠിപ്പിക്കാമെന്ന്. അപ്പോൾ അതേ അർജുനോട് പറയായിരുന്നു, അങ്കിളെ ഇവിടെ വന്ന് പഠിപ്പിച്ച ഇവിടെ ടീച്ചേഴ്സ് ഇല്ല, ആരുമില്ല, ഈ സ്കൂൾ നമുക്ക് തരാനായിട്ട് അവർക്ക് വലിയ സന്തോഷമായിരിക്കും, നമുക്ക് ഈ സ്കൂൾ ഏറ്റെടുത്ത് നടത്താം. ഇവിടെയുള്ള 150 കുഞ്ഞുങ്ങൾ ഈ കാർമറോങ് ഭാഷ സംസാരിക്കുന്ന ടിബറ്റൻസ് കുഞ്ഞുങ്ങളാണ്. അവർക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസം കൊടുക്കുന്ന ടീച്ചർമാർക്കൊക്കെ അവരോട് ഭയങ്കര ബഹുമാനം. അവർക്ക് അവിടുത്തെ മലയിലുള്ള നല്ല തേന് കൊണ്ടുതരും, അവർക്കുള്ള സാധനങ്ങൾ, കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ടുതരും. അത് വലിയൊരു സാധ്യത. അവിടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ പറ്റുന്ന അന്ധകാരം ഒരു ചർച്ച പോലും ഇല്ല പ്രിയപ്പെട്ടവർ. ആ ദേശത്തെങ്ങും ഏതാണ്ട് 5-6 ദിവസം നടന്നു പോയ ആ ദേശത്ത്, ആ ഏരിയയിൽ ഈ കാർമറോങ് ഭാഷ സംസാരിക്കുന്നവർ ഈ പ്രേംലാമി അല്ലാതെ വേറെ ആരുമില്ല. വേറൊരു പെൺകുട്ടിയെ ഞങ്ങൾ ഒരു സമയത്ത് മറ്റൊരു ഓർഫനേജിൽ അയച്ചിരുന്നു. അപ്പനും അമ്മയും മരിച്ച് ആ പെൺകുട്ടി, അദ്ദേഹത്തിൻ്റെ ഭർത്താവും വിശ്വാസത്തിലുണ്ട്, അവർ കാഠ്മണ്ഡുവിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതല്ലാതെ ആ ഒരു ജാതിയിൽ നിന്ന് ഒരൊറ്റ വിശ്വാസികളും ഒറ്റ ചർച്ചകളും ഇല്ല അവിടെ. നമുക്കത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കാർമറോങ് ഭാഷ സംസാരിക്കുന്നവർ, കായിക ഭാഷ സംസാരിക്കുന്നവർ, നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർ, ചൗധരി ഭാഷ സംസാരിക്കുന്നവർ, വിഭിന്ന ഭാഷകളിൽ നിന്നും വിഭിന്ന ഗോത്രങ്ങളിൽ നിന്നും വിഭിന്ന പീപ്പിൾസ് ഗ്രൂപ്പിൽ നിന്നും മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കുന്നത് കാണുന്നത്, അതല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, വീണ്ടും ഉത്തർപ്രദേശ്, ഒരു പക്ഷേ ഞങ്ങൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ചെങ്കിലും പറയട്ടെ. ഉത്തർപ്രദേശിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഉള്ളിലൂടെ വളരെ അത്ഭുതകരമായ വേല നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാർ, ഞാൻ തുറന്നു പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ പല ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കുക, പോകാൻ സമയമില്ല ഞങ്ങൾക്ക്. ഭയ്യ ആയിയെ ഭയ്യ ഹമാരെ പ്രാർത്ഥന കറോ, സമസ്യ ഭയ്യ ഇതർ അബ് ക്യൂ നെയ് ആ രഹാ. എവിടെയൊക്കെ നമ്മൾ പോകുന്നത്? ഗ്രാമങ്ങൾ വളരെ രഹസ്യമായിട്ട് പോകും. ആ വീടുകളിൽ മാത്രം, ആ വീട്ടിലിരുന്ന് മാത്രം പ്രാർത്ഥിക്കും. 1-2 പേരെ ചുറ്റോടുണ്ടെങ്കിൽ അവിടുന്ന് അവർ വരും, അവരോട് പ്രാർത്ഥിക്കും, ഉടനെ അവിടുന്ന് തടിയെടുക്കും, അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്ന പല ആൾക്കാർ, സ്നാനപ്പെടുന്ന പല ആൾക്കാർ. ഇപ്പോൾ ഞങ്ങൾക്ക് ഉത്തർപ്രദേശിൽ പ്രശ്നം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം പോലീസൊക്കെ ഞങ്ങൾ പിടിച്ച സമയത്ത് അവർ ചോദിക്കുന്ന ചോദ്യം, അരെ നിങ്ങളുടെ പണി എന്താ ഇവിടെ, കേരളക്കാർക്ക് എന്താ ഇവിടെ പരിപാടി, ആപ്കോ ക്യാ കാമ ഇതർ. അപ്പം നമുക്കതിന് പറയാനൊരു ഒന്നും പറയാനില്ലായിരുന്നു. എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ വന്ന് ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ പൈസ കൊടുത്ത് മതം മാറ്റാൻ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞവർ പറയാറ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവർ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതത്തോടെ എൻ്റെ വഴികളെല്ലാം തുറന്നു. നമുക്ക്
ലക്കിംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. കോർണർ സ്റ്റോൺ എന്നാണ് ഞങ്ങൾ അതിന് പേരിട്ടിരിക്കുന്നത്. കോർണർ സ്റ്റോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ഫേവാമോളൊക്കെ പഠിപ്പിക്കുന്നത്. വലിയ ഓപ്പർച്യൂണിറ്റി. അവിടെ ആദ്യം ഈ സ്കൂൾ പണി തുടങ്ങിയ സമയം മുതൽ പ്രശ്നമായിരുന്നു. അവിടുത്തെ പ്രത്യേകിച്ച് പണ്ഡിറ്റ്സ്, നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും പണ്ഡിറ്റ്സുകൾ, ബ്രാഹ്മിൺസുകൾ, പാവപ്പെട്ട ആൾക്കാരെ, താഴ്ന്ന ജാതിക്കാരെ അവരെ കാൽ കീഴിൽ വെച്ചിരിക്കുക. എപ്പോഴും നിങ്ങൾ ഒരു പക്ഷേ പത്രത്തിലൊക്കെ വായിച്ചിരിക്കും, ഒരു ദളിത് ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് കയറി എന്നുള്ള കാരണം കൊണ്ട് അവനെ കൊന്നു വരും. അരെ, ദളിതായ നീ കുതിരപ്പുറത്ത് കയറാണോ? പത്രത്തിലേക്ക് വന്ന സംഭവം അത്. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്ന ഒരുത്തൻ മൂത്രം കുടിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ. ദളിത്തിൻ്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ച്. അങ്ങനെ ദളിത്തിന് ഇപ്പോഴും അംബേദ്കറിൻ്റെ കാലത്തുണ്ടായ അതേ സംഭവങ്ങൾ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുക, ഗ്രാമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അംബേദ്കർ പറഞ്ഞത് അതുപോലെ സത്യം അവിടെ. അപ്പോൾ അവിടുത്തെ പണ്ഡിറ്റ്സ് ആയിട്ടുള്ള ബ്രാഹ്മിൺസ് ചോദിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അരെ ഭയ്യ, ആ വോ ലോഗോं को अच्छा शिक्षा देगा तो हमारा काम कौन करेगा? ഇവരെ പഠിപ്പിച്ചാൽ ഞങ്ങളുടെ പണി ആരാ ചെയ്യുന്നതെന്ന് ചോദിക്കണേ. ഞങ്ങളുടെ കാൽ തൊടാൻ ആര് വരുമെന്നാണ് ചോദിക്കുന്നത്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇന്നും നേരിട്ട് ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ നമുക്ക് കഴിയില്ല, പ്രശ്നങ്ങളാണ് അവിടെ. പക്ഷേ ഈ സ്കൂളുകൾ, മെഡിക്കൽ ഫെസിലിറ്റി, മോൾ പറഞ്ഞല്ലോ, ഒരു മെഡിക്കൽ ഫെസിലിറ്റി ഒരു സ്ഥലത്തുമില്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുത്തുകൊണ്ട്, സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട്, അങ്ങനെ നമ്മളതിനെക്കുറിച്ച് പറയും മിഷൻ ഹോളിസ്റ്റിക് മിനിസ്ട്രി, അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ കേൾക്കണോ, അവിടെ സ്കൂൾ തുടങ്ങിയ സമയം തുടങ്ങി പണിയെടുക്കുന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് ഈ ലോക്കപ്പിലിടുക, പോലീസ് വന്ന് ഞെട്ടിക്കുക, ഭയങ്കര പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്ത് ഇപ്പോൾ സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ അവരെ കുഞ്ഞുങ്ങളെ വന്നേക്കുക. ഭയ്യ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അവിടെ. അവിടുത്തെ പ്രധാൻ എന്ന് പറയും, പ്രധാൻ തന്നെ വന്ന് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് ഒരു റോഡ് പോലെ നല്ല സ്ഥലമില്ലായിരുന്നു, അതൊക്കെ പ്രധാനം വന്ന് നല്ല റോഡൊക്കെ ഉണ്ടാക്കി തന്നു. അവിടെ വലിയ ചാൻസസ് ഉണ്ട് പ്രിയമുള്ളവരെ. നമുക്കിപ്പോൾ ഉത്തർപ്രദേശിൽ ചെന്നാൽ നമുക്കൊരു അഡ്രസ്സായി. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു DYSP എന്നെ പിടിച്ചു, വഴിക്ക് വന്ന് തടഞ്ഞത് ടെസ്റ്റ് പൂര ചെക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു, എന്താ അവലോ ക്യാ കറ? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്കൂൾ ഇവിടെയുണ്ട്. ഓഹോ, നിങ്ങൾ കേരളക്കാർ. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയമുള്ളവർ, ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് കേരളക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ വിചാരം ഭയങ്കര ബുദ്ധിജീവികൾ എന്നാണ്. നമുക്ക് അറിയുള്ളൂ നമ്മുടെ കാര്യം എന്താണെന്ന്. അവർ പറയുന്നത് നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഇംഗ്ലീഷാണല്ലോ, ഭയങ്കര अरे आप लोग तो बहुत ശിക്ഷിത് ലോകെ. അപ്പോൾ അതുകൊണ്ട് കേരളക്കാർ എവിടെയെങ്കിലും പിള്ളേരെ പഠിപ്പിക്കാന്നങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ സാഷ്ടാംഗ പ്രമാണം ചെയ്യും അവിടെ. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. എൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ, ഉത്തർപ്രദേശിൻ്റെ ഓരോ ജില്ലകളിലെങ്കിലും ഓരോ സ്കൂളുകൾ തുടങ്ങിക്കഴിഞ്ഞാണല്ലോ, ആ ദേശത്തെ ജനങ്ങളുടെ ജീവിതങ്ങൾക്ക് മാറ്റം വരും. അവർ പിന്നെ ഇപ്പോൾ ചാണകവെള്ളത്തിൽ കുളിച്ച് പശുവിൻ്റെ മൂത്രം കുടിച്ച് ഇതാണ് യഥാർത്ഥ മരുന്നെന്ന് പറഞ്ഞ് അതെല്ലാം അങ്ങനെ പഠിപ്പിച്ച് അവരെ അങ്ങനെ ചെയ്യിക്കുന്ന ആ ഒരു സവർണ മേധാവിത്വം അവിടുന്ന് തകർന്ന് തരിപ്പണമായി മാറും പ്രിയപ്പെട്ടവരെ. അതല്ലേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്. കേരളത്തിൽ എന്താ സംഭവിച്ചത്? പള്ളികൾ തുടങ്ങി, മിഷണറിമാരെ വന്ന് പള്ളിയുടെ കൂടെ എന്ത് തുടങ്ങി? ചെറിയ കൂടങ്ങൾ വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പള്ളിക്കൂടം എന്ന പേര് വന്നതെന്ന് പറയുന്നത്. അത് നമുക്കിന്ന് ഉത്തർപ്രദേശിൽ സാധ്യമാണ്, മധ്യപ്രദേശിൽ സാധ്യമാണ്, നോർത്ത് ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് ചെന്നാലും അതിനുള്ള വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത്, വയലേലങ്ങൾ തലപൊക്കി നോക്കിയാൽ കടന്നു പോകുവാൻ ഇഷ്ടംപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്. പ്രശ്നം ഒത്തിരി ഉള്ളൂ. നമ്മൾ പോകാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഓരോ സഭകൾ ഓരോ പീപ്പിൾസ് ഗ്രൂപ്പിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക, ഓരോ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെയുള്ള മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സ്ഥിരം ഫോണിൽ സംസാരിക്കുക, അവിടെ എന്താ നടക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുക, അവിടെയുള്ള സുവിശേഷം അറിയിച്ച ആൾക്കാരുടെ പേര് എഴുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും പ്രിയപ്പെട്ടവരെ. ആമേൻ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വരുന്ന ദൈവം, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ദൈവം ആ ദേശങ്ങളിൽ ചെയ്തെടുക്കും, അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കാം. ദേശങ്ങളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് കടന്നു വരാം, അവിടെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളെ കാണാം. പലപ്പോഴും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, സുവിശേഷം സിദ്ധിക്കണം. അത് ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നു. സഹോദര, കുറച്ച് മുമ്പ് ഒരു സഹോദരനോട് സംസാരിച്ചു, എനിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ജോലിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്താവും, ജോലി വിട്ട്. അപ്പം ഞാൻ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, സ്വർഗത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം നമ്മെ നോക്കിക്കൊള്ളും. ആമേൻ.
അബ്രാഹാം തൻ്റെ മോനോട് പറഞ്ഞു ദൈവം നോക്കിക്കൊള്ളും മോനെ, ദൈവം കരുതിക്കൊള്ളും. ആ ദൈവം ഇന്നും കരുതുന്ന ദൈവമാണ്. ആമേൻ. 2000 ഏപ്രിൽ 24 എല്ലാം കളഞ്ഞ് എൻ്റെ മൂത്ത മകള് അശ്വതിയുടെ കൈയും പിടിച്ച് ഞാനും ജെസ്സിയും വണ്ടി ട്രെയിൻ കയറിയതാണ് നേപ്പാളിലേക്ക്. 24 വർഷമായി ഞങ്ങൾ ദൈവം അത്ഭുതത്തോടെ നടത്തിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ മാത്രമല്ല, 300-ലധികം അനാഥ കുഞ്ഞുങ്ങൾ, 10-25ഓളം ഫാമിലീസ്, മുതിർന്നവരും ബാച്ചിൽ തന്നെ പഠിക്കുന്ന 10-40 കുട്ടികൾ, അനേക വിവാഹങ്ങൾ കഴിഞ്ഞ് ഫാമിലീസായിട്ട് പ്രവർത്തിക്കുന്നവർ. ദൈവം ഇതുവരെയും ഞങ്ങളുടെ ഒരാവശ്യത്തിനും കുറവ് വരുത്തിയിട്ടില്ല. ഇതുവരെയും ഞങ്ങൾ 6 കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് ഓർഫനേജിൽ ജുംലയിൽ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവരെ കുളിപ്പിച്ച് അവർക്ക് വസ്ത്രമൊക്കെ ഇട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അന്ന് ഞാനും ജെസ്സിയും കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. കർത്താവേ, ഞങ്ങളെല്ലാം കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ. വചനം പറയുന്നു, ഐ ആം ദ ഫാദർ ഓഫ് ഫാദർലെസ്. ഞാൻ അപ്പൻ ഇല്ലാത്തവരെ അപ്പൻ ഞാനാണെന്ന്. അങ്ങനെയിൽ കർത്താവ്, ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് നടത്തി തരണം. ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് നടത്തി തരണം. ഞങ്ങൾ ആരുടെ മുമ്പിലും കൈ നീടാൻ ഞങ്ങളില്ല കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൈ നീട്ടും, അങ്ങയുടെ മുമ്പിൽ മുട്ടുമടക്കും. നന്ദിയോടെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 24 വർഷം ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ അത്ഭുതത്തോടെ നടത്തി, ഒന്നിനൊരു കുറവുമില്ലാതെ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അത്ഭുതത്തോടെ നടത്തി തരുന്നു. എനിക്ക് തോന്നുന്നു നെയ്സറിന് അതിനെക്കുറിച്ച് പറഞ്ഞായിരിക്കും. അവിടെ നിന്ന് വരുന്ന അവിടെ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അതിനെക്കുറിച്ച് അറിയാം. ഞങ്ങളെ സഹായിക്കാൻ പറഞ്ഞ് ഞങ്ങൾ കൈ നീട്ടാൻ ഇതുവരെ ദൈവം ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ആ ദൈവം വിശ്വസ്തനാണ്. ജോർജ് മുള്ളറിൻ്റെ ദൈവം, ഹഡ്സൺ ടൈലറിൻ്റെ ദൈവം, ഏലിയാവിൻ്റെ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആമേൻ, ആമേൻ. എങ്ങനെ ജീവിക്കും? മക്കളുടെ ഭാവി, പലരും പറയുന്നൊരു കാര്യമുണ്ട് സഹോദര, മക്കളുടെ വിദ്യാഭ്യാസം. എൻ്റെ മോളെ കണ്ട് ഞങ്ങൾ സഹോദരൻ്റെ ആ സാക്ഷ്യം പറഞ്ഞു. ഞാൻ ചുരുക്കി പറയട്ടെ. അശ്വതി മോൾ, എൻ്റെ മൂത്ത മോളുടെ പേര് അശ്വതി എന്നാണ്. അവളെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ സ്കൂളും പരിപാടിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ കൂടെ കൊണ്ടു കിടക്കും. ഇടയ്ക്കൊക്കെ ഞാനാണ് അവളുടെ ഇംഗ്ലീഷ് ടീച്ചർ, ഞാനായിരുന്നു. ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കും. ഇംഗ്ലീഷ് ബേസിക് വായിക്കാനൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ബൈബിൾ വായിക്കാൻ കൊടുത്തു. ബൈബിൾ വായിക്കുക എൻ്റെ 3 മക്കളും കൊടുത്ത പരിപാടി അതാ. ഇംഗ്ലീഷ് വായിക്കാനൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ബൈബിൾ ഓരോ അധ്യായം വായിക്കുക, അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതുക. അതായിരുന്നു ഒരു പരിപാടി. അങ്ങനെ പഠിച്ച് അവരും വന്നു. മാത്സ് ജെസ്സി കുറച്ച് മാത്സ് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ സാമൂഹ്യ ശാസ്ത്രമൊക്കെ ഇതിങ്ങനെ ഓരോ ദിവസം നടക്കില്ല. ആദ്യം ജുംല, അത് കഴിഞ്ഞ് മുഗു, അത് കഴിഞ്ഞ് നേപ്പാൾ ഗഞ്ച്, അത് കഴിഞ്ഞ് പർദിയ, ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ യാത്ര, ഇതെല്ലാം അവർ കാണുന്നല്ലേ. അപ്പോൾ അശ്വതി മോൾ, ഞങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ ആൾക്കാർ ചോദിക്കുക, അശ്വതി മോളെ നീ സ്കൂളിൽ ഇല്ല? സ്കൂളൊന്നും പോകണില്ല. അപ്പോൾ പിന്നെ പപ്പയും മമ്മിയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. എൻ്റെ ദൈവമേ, നിൻ്റെ കാര്യം പോയല്ലോ മോളെ. അവരോ നശിച്ചു, നിന്നെ നശിപ്പിക്കുകയാണ് അവർ. അപ്പോൾ ഇത് കേട്ട് ആൾക്കാർ ഞങ്ങളതെല്ലാം വരുന്നു, ബന്ധുക്കളൊക്കെ അവർ സ്നേഹം കൊണ്ടാട്ടോ. കൊച്ചിൻ്റെ ഭാവികളെയല്ലേ അവർ നമ്മളെ സ്നേഹം കൊണ്ട് പ്രശ്നം. അവർ വലിയ പ്രശ്നം ഉണ്ടാകുന്നു. അവസാനം എനിക്ക് തോന്നുന്നു മോളിത് കേട്ടാന്ന് തോന്നുന്നു. ഒരു 13 വയസ്സൊക്കെ ആയപ്പോൾ മോള് പറഞ്ഞു, പപ്പേ ഏതെങ്കിലും സ്കൂളിൽ വിട്ടാൽ ഞാൻ പോയി പഠിച്ചോളാം. അപ്പോഴാണ് ACAയിൽ അവിടെ ഞാൻ വിളിച്ചു ചോദിച്ചു, നമ്മുടെ സഹോദരന്മാരോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങോട്ട് ഇവിടെ വന്നാൽ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാം. അങ്ങനെ ഞങ്ങൾ ACAയിൽ വന്നു. അപ്പോൾ അവിടെ അഡ്മിഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഇങ്ങനെ കറങ്ങുന്ന കസേരയിലേക്ക് ഇരുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് പറഞ്ഞു, ടെസ്റ്റ് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ മാഡം ഇതുവരെ എൻ്റെ മോൾ ഒരു ടെസ്റ്റും എഴുതിയിട്ടില്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു ടെസ്റ്റിന് അവൾ പോയിട്ടുമില്ല. ഇവൾക്കൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവൾ പഠിച്ചോളും. അല്ലല്ലേ ടെസ്റ്റ് ചെയ്താണ്ട് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അശ്വതി ഇരുന്ന് കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നിനക്ക് അറിയുന്ന എന്താ എഴുതി വെച്ചാൽ ചുമ്മാ വട്ടപ്പൂച്ച എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന്. അവൾ എഴുതി. അത് കഴിഞ്ഞ് ടെസ്റ്റ് പേപ്പറൊക്കെ ആയിട്ട് എന്നെ വിളിച്ചു പ്രിൻസിപ്പൾ മുറിയിലേക്ക്, എന്നെ അശ്വതിനെ. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇത് നിങ്ങൾ കൊച്ചിൻ്റെ ഭാവി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാവി പ്രശ്നമൊന്നുമില്ല, ഭാവി കർത്താവ് നോക്കിക്കോളും. നിങ്ങളൊരു അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവളോട് പഠിച്ചോളും. പഠിക്കാൻ തീരെ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം സമയം കൊടുക്കുക. അവൾക്ക് ഒട്ടും പറ്റുന്നില്ല, ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. റെനിസോറിനുണ്ട്, ഞങ്ങൾ 2 പേരാണ് പോകുന്നത്. നുണ പറയൊന്നുമില്ല അവിടെ, നിങ്ങൾ വിചാരിക്കണ്ടേ ഈ വക്കീലായതുകൊണ്ട്. അപ്പോൾ മനസ്സോടെ പുള്ളിക്കാരത്തെ അഡ്മിഷൻ കൊടുത്തു. ഞാൻ പറയട്ടെ, 8ാം ക്ലാസ്സിൽ അവൾക്ക് ഒരുമാതിരി നല്ല മാർക്ക് കിട്ടി. 9ാം ക്ലാസ്സിൽ അവൾ സ്കൂൾ ടോപ്പായി. 10ാം ക്ലാസ് 11, 12ാം ക്ലാസ് 1500 പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെ ഈ സ്കൂൾ ക്യാപ്റ്റൻ. എൻ്റെ മോള് ബുദ്ധിയുള്ളവളായതുകൊണ്ടല്ല, ദൈവം വിശ്വസ്തനായതുകൊണ്ടാണ്. ആമേൻ. അപ്പം നമ്മുടെ ഭാരം എന്താ? എൻ്റെ മറ്റു 2 പിള്ളേർ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഫുൾ കോൺഫിഡൻസ് ആയി. ബാക്കിയുള്ളവരെ പിന്നെ ചുമ്മാ എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളാന്ന് തോന്നുന്നു ഏറ്റവും എൻജോയ് ചെയ്ത് ബാല്യകാലം. ഞാനൊക്കെ ചെറുപ്പത്തിൽ
ആ അടി കൊണ്ട് ഓരോ പ്രാവശ്യം ഇവിടെ പ്രായമായ ആൾക്കാർക്കൊക്കെ അറിയാം, ഓരോ ദിവസം സ്കൂളിൽ പോകണേ പ്രാർത്ഥിച്ചോണ്ടാ പോണേ, കർത്താവ് ആ സാറൊന്ന് വരല്ലേ, ആ സാറിൻ്റെ കാലിടിഞ്ഞു പോണേ, കൈ പിടിച്ചു പോണേ. അടിയല്ലേ, പെരുന്നാൾ അടീൻ്റെ. ഇത് അവർ വളരെ കൂളായിട്ട് കളിച്ച് മറിഞ്ഞ് ഓടി കളിച്ച് 10-13 വയസ്സ് വരെ ഒരു കുറവും ദൈവം അവർക്ക് വരുത്തിയില്ല. പ്രിയമുള്ളവരെ, എൻ്റെ രണ്ടാമത്തെ മോളിപ്പോൾ അവൾ BEd ലക്നൗ യൂണിവേഴ്സിറ്റി ചേർന്നിരിക്കുന്നു. ഏലയ മകൻ അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നു. ദൈവം അവർക്ക് ബുദ്ധി കൊടുത്തു, ദൈവം അവരെയും തള്ളിക്കൾ. ഞാൻ പറഞ്ഞു വന്നത്, ആൾക്കാരെ വിചാരം വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം അതെന്തായി തീരും. നേപ്പാളിലേക്ക് പോയാൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അവരുടെ ഭാവി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിലും വലിയ ഭാവി ലോകത്തിൽ എന്താ പ്രിയപ്പെട്ടവരുള്ളത്? അസുഖങ്ങൾ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ എന്തെല്ലാം സംശയങ്ങളുണ്ട്, അതിനെല്ലാം മറുപടി ദൈവവചനത്തിലുണ്ട്. ദൈവത്തിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പോകാതിരിക്കാൻ എന്തെല്ലാം എക്സ്ക്യൂസ് ഉണ്ട്. ഞാൻ പറയട്ടെ, ദൈവവചനം ഇപ്പോൾ സമയമില്ലല്ലോ, ദൈവവചനം അതെല്ലാം അടച്ചു കളയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. മോശ പറഞ്ഞ ഞാൻ വിക്കനാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിക്കുണ്ടാക്കിയത് ഞാനല്ലേ, ഞാനറിയാതെ നിനക്ക് വിക്കാവുമോ? അല്ലെങ്കിൽ നിൻ്റെ അസുഖം ഞാനറിയാതെ നിനക്ക് അസുഖം ഉണ്ടാവുമോ? തലമുടി താഴെ വീണെങ്കിൽ ഞാനറിയാം നിൻ്റെ അസുഖത്തെക്കുറിച്ച് എനിക്കറിയില്ലേ? അത് ഒത്തിരി അനുഭവങ്ങൾ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു പാഷൻ, മിഷനെക്കുറിച്ച്, കർത്താവിൻ്റെ വേലയെക്കുറിച്ച്, കർത്താവിൻ്റെ ദൗത്യത്തെക്കുറിച്ച്, ജാതികൾ ദൈവത്തെ അറിയുന്നതിനെക്കുറിച്ചുള്ളൊരു പാഷൻ നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സഭകൾ കൂടുതൽ സമൃദ്ധിയോടെ, കൂടുതൽ പരിശുദ്ധാത്മാവും നിറവോടെ, കൂടുതൽ ഉത്തരവാദിത്തോടുകൂടി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന, പോകുന്ന, മിഷനുമാരെ പറഞ്ഞ് അയക്കുന്ന സഭകളായി നമ്മുടെ സഭകൾ മാറട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്യം കൂടി വായിച്ച് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഗമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. യെശയ്യാ പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തെ കണ്ട യെശയ്യാ പ്രവാചകൻ പറയാണ്, കണ്ട വഴി അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞ് കരഞ്ഞ യെശയ്യാ പ്രവാചകനെ ശുദ്ധീകരിച്ചതിന് ശേഷം ദൈവം യെശയ്യാ പ്രവാചകനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകും? ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ഞാൻ ആരെയാണ് അയക്കേണ്ടത്? ആർ നമുക്ക് വേണ്ടി പോകും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ജുംലയിലേക്കും അല്ലെങ്കിൽ നേപ്പാളിലേക്കും ടിബറ്റൻ ബോർഡറുകളിലേക്കും നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്ന കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആർ നമുക്ക് വേണ്ടി പോകും? ആരാ നമുക്ക് വേണ്ടി പോകാൻ തയ്യാറായിട്ടുള്ളവർ? ആ ചോദ്യം നമ്മളോടെല്ലാം കർത്താവ് ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു പല ക്യാമ്പുകളിലായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയില്ലെങ്കിൽ, നോർത്ത് ഇന്ത്യയിലെ പല ജാതികൾ, പല ഭാഷക്കാർ, അവർ ദൈവത്തെ അറിയില്ല, അവർ നശിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങൾ പോയില്ലെങ്കിൽ ടിബറ്റൻ വംശജർ ദൈവത്തെ അറിയില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ നേപ്പാളികൾ ജീവനുള്ള ദൈവത്തെ അറിയാൻ സാധ്യതയില്ല എന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ ദൈവവചനത്തിൻ്റെ വിരോധമായ കാര്യം അത്. ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തിരിക്കും പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്ത് തീർത്തിരിക്കും. അത് നോർത്തിലും, അത് നേപ്പാളിലും, അത് ടിബറ്റിലും, എവിടെയായിരിക്കട്ടെ, ഏതെല്ലാം ജാതികളായിരിക്കട്ടെ, ഏതെല്ലാം ഭാഷകളായിരിക്കട്ടെ, അവരെല്ലാവരും ആ ഭാഷയിൽ നിന്നും ജാതിയിൽ നിന്നും ദൈവത്തിന് വേണ്ടവരെ മാറ്റി നിർത്തിയിരിക്കും. ഒരു സംശയമില്ല ആ കാര്യത്തിന്. നമുക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. റെവലേഷൻ, എന്താ പറയുക, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നൊരു വാക്യം. അത് ഓരോ ജാതികളെ കുറിച്ച് ഓർക്കുമ്പോൾ 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും, റെവലേഷൻ ചാപ്റ്റർ 5:9, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പിക്കാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്, ശ്രദ്ധിക്കണമേ, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ആമേൻ. പാസ്റ്റ് ടെൻസ്, വിലയ്ക്ക് വാങ്ങി. കർത്താവ് അവരെ വിലയ്ക്ക് വാങ്ങിയിരിക്കും. അവസാനത്ത് സംഭവിക്കുന്ന കാര്യം എന്നറിയോ? ദൈവത്തിൻ്റെ മിഷൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തികച്ചിരിക്കും. നോ ഡൗട്ട്സ്. ബെന്നി പോയാലും പോയില്ലെങ്കിലും, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പോയാലും പോയില്ലെങ്കിലും, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ മിഷൻ ദൈവം പൂർത്തീകരിച്ചിരിക്കും. പക്ഷേ അതിൽ എൻ്റെയും നിങ്ങളുടെയും പങ്ക് എന്താണെന്നുള്ള വിഷയം. ദൈവത്തിൻ്റെ വേല ചെയ്യും.
നമ്മുടെ സ്ഥാനം അതിലെന്തായിരിക്കും? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ദൈവമേ, നേപ്പാളിലും യു പിയിലും അങ്ങ് ചെയ്യുന്ന വേലയിൽ എനിക്കൊരു ചെറിയ പങ്ക് തന്നല്ലോ, നന്ദി. കർത്താവ് എന്നെ മാറ്റി നിർത്തല്ലേ കർത്താവേ. അവസാന ശ്വാസം വരെയും അങ്ങനെ വേലയിൽ നിർത്തണം കർത്താവേ. നമ്മുടെ പങ്കെന്താ പ്രിയപ്പെട്ടവരെ? ദൈവത്തിൻ്റെ വേല നമ്മൾ പോയാലും പോയില്ലെങ്കിലും ദൈവം ചെയ്യും. നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഹി വിൽ ഡു ഹിസ് വർക്ക്. എല്ലാ ജാതിയിൽ നിന്നും, ഭാഷയിൽ നിന്നും, എല്ലാ വംശങ്ങളിൽ നിന്നും ദൈവത്തിന് വേണ്ടി ആളുകൾ വേർതിരിക്കും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും പങ്ക് അതിലെന്താ? നമുക്കൊന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരെ. നമ്മളെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. ഒരു പങ്കുമില്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് ആർക്കും അനുവാദമില്ലല്ലോ. കർത്താവിൻ്റെ കൽപ്പനയെ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി പോകുവാൻ, പോയവരെ അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയിൽ ഒരു പങ്കാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്കെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നു. അവസരങ്ങൾ ദൈവം പിന്നെയും നമുക്ക് തന്നിരിക്കുന്നു. ആ അവസരങ്ങൾ മുതലാക്കുവാൻ, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ വരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. പോകട്ടെ നിനക്കായി ഞാൻ പാടു സഹിച്ചിടുവാൻ, ഓടട്ടെ നാടെങ്ങും ഞാൻ നിന്നാമം ഘോഷിക്കുവാൻ. കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. എന്നെ ഞാൻ സമ്പൂർണമായി നിൻ കയ്യിൽ തന്നിടുന്നു. ആ പാട്ട് നമ്മുടെ പ്രാർത്ഥനയാവട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതം ഒരിക്കൽ കൂടി ഈ നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ സമീപത്ത് നമുക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, നിങ്ങളൊന്ന് വിചാരിച്ചേ, നിങ്ങളുടെ തോളിൽ തട്ടി വിളിക്കുന്നു, മകനെ, മകളെ, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിൽ നിൻ്റെ പങ്കെന്താണ്? നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കാൻ മറ്റൊന്നുമില്ല കർത്താവേ, അങ്ങല്ലാതെ. ഈ ലോകത്തിലൊന്നും നിലനിൽക്കുന്നതല്ല കർത്താവേ. ബന്ധങ്ങൾ, പണം, മാനം, ഇതെല്ലാം ഈ ലോകത്തിൽ ഇട്ടു പോകേണ്ടതാണല്ലോ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി സകലവും ത്യജിച്ച് ഞങ്ങളെ സമ്പന്നരാക്കാൻ ദരിദ്രനായി തീർന്ന ഞങ്ങളുടെ കർത്താവ്, ദരിദ്രനായി ജനിച്ച ഞങ്ങളുടെ കർത്താവ്, ദരിദ്രനായി ജീവിച്ച ഞങ്ങളുടെ കർത്താവ്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, നിന്ദിതനായി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ഞങ്ങളുടെ കർത്താവ്, അത് കർത്താവെ, ആ സ്നേഹം അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ആ സ്നേഹം, അതറിയാത്ത ഇടങ്ങളിലേക്ക് ആ സ്നേഹത്തെ അറിയിക്കുവാൻ, കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അങ്ങനെ മുമ്പിൽ ഞങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല കർത്താവെ. തടസ്സങ്ങൾ പറയാൻ ഞങ്ങൾക്ക് ഒന്നുമില്ല കർത്താവെ. അങ്ങനെ കരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ജീവനുള്ള ബലിയായി, ആസ് എ ലിവിങ് സാക്രിഫൈസ് കർത്താവെ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. അങ്ങെടുത്ത് ഉപയോഗിക്കണമേ, അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാ നന്ദി. യേശു നാമത്തിൽ തന്നെ.